CPI നേതാക്കൾക്കെതിരെ ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ടതിന് പിന്നാലെ LDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ തൂങ്ങി മരിച്ച ജൈവ കർഷകൻ ഉള്ളല പുള്ളിക്കാശ്ശേരിയിൽ കെ ചെല്ലപ്പൻ മകൻ ദീപു ഇന്നലെ പറഞ്ഞ വാക്കുകൾ എല്ലാവരെയും ഇപ്പോൾ വേദനിപ്പിക്കുകയാണ് എന്ന് തന്നെ പറയാം. എനിക്കും പേടിയുണ്ട്. എൻ്റെ അമ്മ, ഭാര്യ, 3.5 വയസ്സുള്ള എൻ്റെ പെൺകുഞ്ഞ്, പിന്നെ ഞാനും. ഞങ്ങളിൽ ആരെയെങ്കിലും ഇപ്പോൾ താമസിക്കുന്ന ഷെഡിനുള്ളിൽ മരിച്ചു വീണാൽ അതിന് ഉത്തരവാദികൾ അച്ഛൻ്റെ മരണത്തിന് പിന്നിലുള്ളവരായിരിക്കും. ഇതാണ് CPI നേതാക്കൾക്കെതിരെ ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ടതിന് LDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ തൂങ്ങി മരിച്ച ജൈവ കർഷകന്റെ മകന്റെ വാക്കുകൾ പറയുന്നത്. ഇതെന്റെ മരണമൊഴിയാണെന്ന് കരുതണം എന്നും കൂട്ടിച്ചേർത്ത് ദീപു അലറിക്കരഞ്ഞ കരച്ചിൽ ഇപ്പോൾ എല്ലാവരുടെയും നെഞ്ചു പുലർക്കുന്നു. ആർക്കും അത് കണ്ടു നിൽക്കാനാകുന്നില്ല. എല്ലാവരും ആ ഒരു ആത്മഹത്യ വേദനയായി തന്നെ കാണുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഇട്ടിട്ട് അദ്ദേഹത്തിന് പോകണമെങ്കിൽ അത്രയേറെ വിഷമങ്ങൾ അദ്ദേഹത്തിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ അനുഭവിച്ച അത്രയേറെ ദുഃഖമുണ്ടായിരുന്നു. അതാണ് എൻ്റെ ഏറ്റവും അടിസ്ഥാനമെന്നുകൂടി നമ്മൾ പറഞ്ഞേ മതിയാകും. ഏറ്റവും ഒടുവിൽ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു വാർത്ത എന്ന് തന്നെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇതിനെപ്പറ്റി പറയുന്നതും നമുക്ക് കേൾക്കാൻ സാധിക്കും. പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് ചെല്ലപ്പൻ്റെ ഭാര്യ ആനന്ദവല്ലിയും മകൾ ജ്യോതിയും പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുകയാണ്. അച്ഛൻ്റെ മൃതദേഹത്തിന് മുന്നിൽ കിടത്തിയിരിക്കുമ്പോഴാണ് ഞാൻ പരാതി എഴുതി കൊടുത്തത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷിക്കണമെന്നുമായിരുന്നു ആവശ്യം. കഴിഞ്ഞ ദിവസം അച്ഛനെ കാണാൻ ഇടയാഴത്തെ ഫാമിൽ ചെന്നപ്പോൾ ഫാമിൻ്റെ താക്കോൽ ഒരെണ്ണം തന്നെ കയ്യിൽ തന്നു. ഉടനെ തന്നെ അറബിക്കടലിൽ ചേരുമെന്ന്, കുടുംബത്തെ നോക്കണമെന്നും തനിക്ക് പിന്നാലെ വരരുതെന്നും അച്ഛൻ തന്നോട് പറഞ്ഞുവെന്ന് പറയുന്നു. പുതിയ ഏതോ സമരത്തിൻ്റെ കാര്യമാണ് അദ്ദേഹം തയ്യാറെടുക്കുകയാണെന്നാണ് ഞാൻ കരുതിയത്. ജീവന് ഭീഷണിയുണ്ടെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. ചില ആളുകളുടെ പേരും പറഞ്ഞിരുന്നു. വ്യക്തത വരുത്താൻ കഴിയാത്തതിനാൽ ആ പേരുകൾ ഞാൻ ഇപ്പോൾ പുറത്തു പറയുന്നില്ല. അച്ഛൻ്റെ ശരീരത്തിൽ നിന്ന് ആത്മഹത്യക്കുറിപ്പ് പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആവശ്യപ്പെട്ടിട്ടും എന്നെ വായിച്ചു കേൾപ്പിക്കുകയോ കാണിക്കുകയോ ചെയ്തിട്ടില്ല. എനിക്കതിൻ്റെ കോപ്പിയെങ്കിലും വേണം. ആത്മഹത്യയുടെ ഉത്തരം അതിലായിരിക്കും ഉണ്ടാവുക. ദീപു ഇങ്ങനെയാണ് പറഞ്ഞത്. മരണം നടന്ന ഒരു ദിവസം കഴിഞ്ഞിട്ടും പോലീസ് വിളിച്ചില്ലെന്നും മൊഴി രേഖപ്പെടുത്തിയിട്ടില്ലെന്നും ആനന്ദവല്ലിയുടെ മകൾ ജ്യോതിയും പറഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചയാളാണ് അദ്ദേഹം. അങ്ങനെയുള്ള ആത്മഹത്യ ചെയ്യില്ല. പുറകിൽ നിന്ന് എന്തോ പ്രേരണ ഉണ്ടായിട്ടുണ്ട്. അവർ ഇപ്പോഴും ഇവിടെയൊക്കെ ഉണ്ട്. ഇരുവരും പറഞ്ഞതാണ്. കേസിൽ അന്വേഷണം തുടരുകയാണെന്നും തിരഞ്ഞെടുപ്പ് തിരക്കുകൾ കഴിഞ്ഞാൽ അന്വേഷണം സജീവമാക്കുമെന്നും വൈക്കം SHO EK സോൾജിമോൻ പറഞ്ഞു. LDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ ജൈവ കർഷകൻ കെ ചെല്ലപ്പൻ തൂങ്ങി മരിച്ച സംഭവം രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് പറയാൻ LDFന് എങ്ങനെ കഴിയുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ചെല്ലപ്പൻ്റെ കുടുംബാംഗങ്ങളെ ഇന്നലെ വേണുഗോപാൽ സന്ദർശിച്ചപ്പോൾ തന്നെ സംസാരിക്കുകയും ചെയ്തു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.